മലപ്പുറം ദേവസ്വം ബോർഡിന് കീഴിലെ സാമൂതിരി രാജ സെൻട്രൽ ദേവസ്വത്തിൽ അനധികൃത നിയമനങ്ങൾ നടന്നെന്ന റിപ്പോർട്ട്. ക്ഷേത്രങ്ങളിലെ സ്വർണവും വെള്ളിയും കാണാതായതിൽ തുടർ നടപടി സ്വീകരിച്ചില്ല. മലബാർ ദേവസ്വം ബോർഡ് റിപ്പോർട്ടുകളുടെ പകർപ്പ് 24-ന് കിട്ടി. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയുമായി ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് തത്സമയം ചേരുകയാണ്. ഗോകുൽ, പറയൂ വിശദാംശങ്ങൾ. SK 2021 മലബാർ ദേവസ്വം കമ്മീഷണറും 2025 മലബാർ ദേവസ്വം ബോർഡിന്റെ ഡെപ്യൂട്ടി കമ്മീഷണറും ഈ സാമൂതിരി രാജാവിന്റെ കീഴിലുള്ള 32ഓളം ക്ഷേത്രങ്ങളെയും ഉപക്ഷേത്രങ്ങളെയും ബന്ധിപ്പിക്കുന്ന സെൻട്രൽ ദേവസ്വം ഓഫീസിലും വിവിധ ക്ഷേത്രങ്ങളിലും നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ട് പ്രകാരമാണ് വിവിധ ക്ഷേത്രങ്ങളിൽ പലതരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. 5/10/2021 നടത്തിയ ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ട് പ്രകാരം വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നായിട്ട് 3006.21 ഗ്രാം സ്വർണവും 29,060 ഗ്രാം വെള്ളിയും കാണാനില്ല. ഈ പരാമർശം 2015 റിപ്പോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. 2015 8 വൗച്ചറുകളിലായിട്ട് ഇത്രയും ആഭരണങ്ങൾ കാണാനില്ല എന്ന് വെരിഫിക്കേഷൻ ഓഫീസർ നടത്തിയ റിപ്പോർട്ടിൽ പരാമർശം ഉണ്ടായിരുന്നു. ആ പരാമർശം ക്രമപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ട്രസ്റ്റിയെയൊക്കെ ഈ വിവരം അറിയിച്ചതാണ്. എന്നാൽ 2025 ആകുമ്പോഴേക്കും ഈ ആഭരണങ്ങൾ എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി ലഭ്യമല്ല. അതോടൊപ്പം തന്നെ 2021 പല ക്ഷേത്രങ്ങളിൽ നിന്നായിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ വിത്ഡ്രോ ചെയ്തിട്ടുണ്ട്. ആ വിത്ഡ്രോ ചെയ്യുന്നതിന്റെ കാരണമായി പറയുന്നത് കോവിഡ് കാലത്ത് ജീവനക്കാർക്ക് ശമ്പളം നൽകുവാനും അതോടൊപ്പം തന്നെ മലബാർ ക്ഷേത്ര ജീവനക്കാരുടെ അംശാദായം അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്നാണ്. എന്നാൽ ഈ തുക, ഇതിനാവശ്യമായിട്ടുള്ള പണം ചിലവഴിച്ചതിന് ശേഷമുള്ള ബാക്കി തുക എന്തു ചെയ്തു എന്നതിനെ സംബന്ധിച്ച ചോദ്യത്തിനും കൃത്യമായ വിവരമില്ല. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഈ ക്ഷേത്രങ്ങളിലെ വിഗ്രഹം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആഭരണങ്ങളും മൂല്യമേറിയ വസ്തുക്കളും ട്രസ്റ്റിയാണ് കൈവശം വെക്കേണ്ടത്. എന്നാൽ അതിനു പകരം ട്രസ്റ്റിയുടെ PA ആയിട്ടുള്ള വ്യക്തിയുടെ കയ്യിലാണ് ഈ ആഭരണങ്ങൾ, അതായത് ഈ ആഭരണങ്ങളും ഈ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള സ്വർണ്ണങ്ങളും ഒക്കെ ഉള്ളത്. ഇത് നേരത്തെ തന്നെ 2021 റിപ്പോർട്ടിൽ ആ പരാമർശം ഉണ്ടായിരുന്നു. 2025 റിപ്പോർട്ടിലും ആ പരാമർശമുണ്ട്. ട്രസ്റ്റിക്ക് കൈവശം വെക്കാനുള്ള അധികാരമില്ല, ട്രസ്റ്റിക്കല്ല, ഈ PAക്ക് കൈവശം വെക്കാനുള്ള അധികാരമില്ല. ഇതിനെ സംബന്ധിച്ചുള്ള ക്രമക്കേടുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. SKN. താങ്ക് യു ഗോകുൽ കെ വേണുഗോപാൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.